ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പൂക്കൾ കാണാൻ പോവാണ്. ഏകദേശം ഒരു 11:30 ആയപ്പോഴായിരുന്നു പ്ലാനിങ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും റെഡിയായി. ആദ്യം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു വണ്ടിയിൽ. പിന്നെ ഇങ്ങനെ അംഗസംഖ്യകൾ കൂടി വണ്ടി നിറയെ ആൾക്കാരായി വരുന്നത് കാണാം. യെസ്, ഇന്നൊരു ഫാമിലി ട്രിപ്പാണ് ഗൈസ്. നമ്മൾ പോകുന്നത് പുനലൂർ, ചെങ്കോട്ടൈ, സുന്ദരപാണ്ഡ്യപുരം. തമിഴ്നാട് ബോർഡർ എത്തുന്നത് വരെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ പോവാണ്. ഇവിടെ വലുതായിട്ട് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല. ഈ ഒരു സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ്. നമ്മുടെ അതുവരെയുള്ള റോഡ് വളരെ പരിതാപകരമായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ കുറേ കൃഷിയും നെല്ലും പാടവും ദൂരെ മലകളും അതിലിങ്ങനെ കോടയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു സ്ഥലം. ഈ വീഡിയോയിൽ എത്രയും അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ കുറേ ചെക്കന്മാരെ കണ്ടില്ലേ, ഭയങ്കര കൂളായിട്ട് വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്തൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തെങ്ങുകളുടെ ഒരു പ്രദേശം കണ്ടു. ഇവിടെ ഫുള്ള് തെങ്ങുകളാണ് കേട്ടോ. തെങ്ങല്ലാതെ വേറൊരു തേങ്ങയില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഫുള്ള് തെങ്ങാണ്. ഇവിടെ തേങ്ങയ്ക്കൊക്കെ വില കൂടിയത് കൊണ്ടാവാം അവിടെ അവർ വീണ്ടും കുറേ തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നെല്ലിയുടെ ഒരു സെക്ഷൻ കണ്ടു. നെല്ലിയുടെ മാത്രം ഒരു ഏരിയ. അതിൽ കുറേ നെല്ലിക്കയൊക്കെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കൂടി വന്നപ്പോഴത്തേക്ക് 2 കുഞ്ഞുങ്ങൾ നമ്മളെ കൈ കാണിച്ച് വിളിച്ചു. ഇവിടെ സൂര്യകാന്തിയുടെ പാടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ട്. അപ്പം ഫൈനലി നമ്മൾ സൂര്യകാന്തി പൂക്കളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റാണ്. സോ ഈ പൂക്കളെല്ലാം ഇങ്ങനെ ഡാൻസിങ് ഫ്ലവേഴ്സ് പോലെ നിൽക്കുന്നത് കാണാം നമുക്ക്. നമ്മൾ വന്ന സ്ഥലത്ത് കുറച്ചൊരു ഏരിയയിൽ മാത്രമേ ഈ സൂര്യകാന്തി പൂക്കളുള്ളൂ. ഇവിടെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. കൂടുതലും മലയാളീസാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ കൂടുതലും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കാണാം. അതാണല്ലോ മെയിൻ. നല്ല രസമാണ് കേട്ടോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ശരിക്കും നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ സൂര്യകാന്തി പൂക്കൾ മാത്രമല്ല, തക്കാളിയുടെ കൃഷിയുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബീൻസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഈ ബീൻസ് എല്ലാം പൂത്ത് നിൽക്കുകയാണ്. അത് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് പോലെ നല്ല ഭംഗിയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ചോളത്തിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോകാൻ നോക്കിയത്, എൻ്റെ കാല് ഫുള്ള് ചെളിയായി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സൊറണ്ടയ്ക്ക് പോവാണ്. സൊറണ്ട മാർക്കറ്റിൽ പോകുന്ന വഴി നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഏതോ ഒരു ഫംഗ്ഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ചേർന്നിട്ട് പടക്കം പൊട്ടിയിലും അങ്ങനെ ഫുള്ള് ബഹളമായിരുന്നു. നമുക്ക് വഴി തെറ്റിയാലെന്താ, പടക്കം പൊട്ടിക്കുന്ന കാണാൻ പറ്റിയില്ലേ. അങ്ങനെ നമ്മളവിടെ കുറേ നേരം കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ സൊറണ്ടി വെജിറ്റബിൾ മാർക്കറ്റിലെത്തി. ഈ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ കുറേ ലോറികളൊക്കെ ഇങ്ങനെ ലോഡ് കയറ്റുന്ന കാണാം. നമ്മുടെ കേരളത്തിൽ വരാനും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് വെജിറ്റബിൾസും കൊണ്ട് പോകുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. ഇവിടെ തന്നെ കൃഷി ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇവിടെ കുറേ വെറൈറ്റി പാത്രങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ സൊറണ്ടയോട് ബൈയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് ഗൈസ്. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും വിശന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെയും ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.